മാഡം, കേരളത്തിൽ കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണ്. ഇപ്പോൾ ഇതാ എറണാകുളത്തുനിന്ന് ഏറ്റവും ദാരുണമായൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. ഒരു മിഹിർ എന്ന ഒരു 15 വയസ്സുകാരൻ താൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ 26ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. മുതിർന്ന കുട്ടികളുടെ റാഗിങ്ങിന് ഇരയായതാണ് കാരണമെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് വലിയ പരാതി ഉയർന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശം? തീർച്ചയായും വളരെ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു, ഞാനത് ന്യൂസിൻ്റെ ഇടയിൽ ഒരു ആദ്യം ഈ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. 14-15 വയസ്സുള്ള കുഞ്ഞ് 26ാമത്തെ കെട്ടിടത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വീണു എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ വാർത്ത. അപ്പോൾ അന്ന് നമുക്ക് തോന്നിയില്ല ഒരു റാഗിങ്ങിൻ്റെ സാധ്യതകളൊന്നും അറിയുന്നില്ല. അപ്പോഴും ഞാൻ അമ്മയായിട്ടാണ് ഈ വാർത്ത കാണുന്നത്. 26 നിലയിൽ നിന്നൊരു കുഞ്ഞ് വീഴുകയാണ്, അപ്പോൾ ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള കൺസേൺസ് ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുട്ടി അല്ലേ ചാടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. അപ്പോഴേക്കും നമുക്ക് ബാക്കി പിന്നീടുള്ള വാർത്തകളിലൊക്കെ കുറ്റവാളികളുടെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മീഡിയാസിൽ വരുന്നു, അല്ലെങ്കിൽ അമ്മ തന്നെയാണ് രംഗത്തിറങ്ങിയത്. മീഡിയാസിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. പ്രമുഖ പത്രങ്ങളിലൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ അമ്മ തന്നെ പോസ്റ്റ് ഇടുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതൊരു റാഗിങ്ങിൽ മനം നൊന്ത കുട്ടി ചെയ്തതായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഞെട്ടിപ്പിച്ചതെന്ന് പറയുമ്പോൾ ചാറ്റ്, അമ്മയുടെ ആ ഒരു ഓരോ വാക്കുകളും ആ അമ്മ എഴുതിയിട്ടുള്ള വരികൾ വായിക്കുമ്പം കരഞ്ഞുകൊണ്ടേ നമുക്ക് അത് വായിച്ചു തീർക്കാൻ പറ്റൂ. കാരണം ഞാനൊരു അമ്മയാണ്, അധ്യാപികയാണ്. അപ്പോൾ നമുക്ക് വളരെ ഒരു വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂള് അപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ആയിട്ടുള്ള സ്കൂളാണ്. അവർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ബിഗ് ഷോട്ട്സിൻ്റെ മക്കൾ അങ്ങനെയാണല്ലോ. കൊച്ചി സ്കൂൾസിൽ ചില സ്കൂൾസ് ഉണ്ട്, ഇവർക്ക് മാത്രം അഡ്മിഷൻ അല്ലെങ്കിൽ അത്രയും രൂപ ഭരിച്ച ഫീസും ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തുള്ളൊരു സ്കൂളിൽ നിന്ന് സംഭവിച്ചൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതിലേറ്റവും എനിക്ക് സങ്കടം തോന്നിയൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഈ കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് സഹപാഠികൾ തമ്മിലുള്ളൊരു ചാറ്റ്. അതിലൊരു എന്താ പറയുന്നത്, ചില വാക്കുകൾ കണ്ടപ്പോൾ ഏറ്റവും ഒഫെൻസീവായിട്ടുള്ള റേഷ്യൽ സ്ലർ നമുക്കത് കാണാം. വംശീയ അധിക്ഷേപം. ഒരു കുഞ്ഞിനെയാണ്, അതിൻ്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണോ ആ നിഗൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് അർത്ഥം അറിഞ്ഞു തന്നെയാണോ പറഞ്ഞേക്കണമെന്നൊന്നും അറിയില്ല. ഞെട്ടിപ്പോയി. ഇതാണോ ഈ സ്കൂൾസ് അല്ലെങ്കിൽ ഈ കുട്ടികൾ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വലിയ വലിയ സ്കൂൾസ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതാണോ ഒരു ലാംഗ്വേജ് സ്കിൽ എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഭയങ്കര ഇതാണ്, ആഷ്പോഷ് സംസാരിക്കുന്ന പിള്ളേരാണ് ഇത്തരം സ്കൂൾസ്. കാരണം ഇത്തരം സ്കൂൾസ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്കൂൾസ് അല്ലെ, ഒരു കൂടുതൽ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്ന ഹൈഫൈ ഫെസിലിറ്റീസ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ കുറേ സ്കൂൾസ് ട്രിവാൻഡ്രത്ത് സ്പ്രൗട്ട് ചെയ്ത് വന്ന സമയത്ത് അതിൻ്റെ തുടക്കം തൊട്ട് ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ അത്തരം സ്കൂൾസ് കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പാരൻസ് കൊണ്ടുവന്ന് അവിടെ ചേർക്കുന്നത് കുട്ടികൾക്കെല്ലാം ഇന്നത്തെ ഒരു പാരൻറ്റിങ് ഉണ്ടല്ലോ. കാരണം ഒരു കുട്ടികളൊക്കെ ഉണ്ടാവും, 1-2 കുട്ടികളെ ഉണ്ടാവും. അപ്പം നമുക്ക് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും വീട്ടിൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ കൊണ്ടുവരുന്നു. അത്തരം സ്കൂൾസിൽ ചേർക്കുന്നു, അവർ പോകുന്നു. പക്ഷെ അപ്പോഴും പാരൻസിൻ്റെ റോൾ അവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ്, കാരണം തിരക്കുകളുടെ ലോകത്താണ് പലരും. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് സ്കൂൾസിലാക്കുന്നു. അപ്പം ദേ ആർ വെരി ഹാപ്പി ഈ സ്കൂള്. പക്ഷേ ഈ സ്കൂൾസിൻ്റെ ആദ്യത്തെ ഒരു ഐഡിയോളജിയിലൊക്കെ ആ സ്കൂൾ വളർന്നു വന്ന് വലിയൊരു സ്കൂളായി മാറിക്കഴിയുമ്പം ഇത് മാറുകയാണ്. കാരണം പിന്നീട് ഇത് വെറും ഒരു ബിസിനസ്സിലേക്ക് പോകും. കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കാനോ ഒന്നിനും സമയമില്ല. ഇവർ ആദ്യം പറയാം സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ടീച്ചർ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾക്ക് അങ്ങനെ ഭയങ്കര കുട്ടികൾക്ക് ഇത്രയും കെയർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളർന്ന് വന്ന് കഴിയുമ്പോഴേക്കും സ്കൂളിൻ്റെ ആ ഒരു വലിയൊരു സ്കൂളായി മാറി കഴിയുമ്പോഴേക്കും പക്ക ബിസിനസ്സിലേക്കാവും. അപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ കുട്ടികളിൽ എനിക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്, കുട്ടികൾക്ക് ഈ എമ്പതി എന്നൊരു സംഭവം ഇല്ല. ദയ, കണ്ണിൽ ചോര. അപ്പോൾ ഇങ്ങനെ ഒരു എമ്പതി ഇല്ലാത്തൊരു എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മക്കളെ നിങ്ങളൊക്കെ നേടാൻ പോകുന്നത് അല്ലേ? കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ആഷ്മിച്ച് സംസാരിച്ചത് കൊണ്ട് എന്ത് മൂല്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്? അതെ, തീർച്ചയായിട്ടും. ഈ കുട്ടിയെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ ആ കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. നിറം, ഈ കുട്ടി ലേശം കറുത്തതാണ്, അപ്പോൾ നീഗ്രോ എന്ന് വിളിച്ച അതാണ് ആ വംശീയ അധിക്ഷേപം വന്നു. അതാണ് ആലോചിച്ച് നോക്കണം. ഒരു ആഫ്രോ അമേരിക്കൻ ടേം അത് ഈ കേരളത്തിലാണ് അങ്ങനെയൊക്കെ വിളിക്കുന്ന കുട്ടികളെ ശീലിക്കുന്നു. പക്ഷെ അപ്പോൾ വലിയ ചട്ടലൊന്നും തോന്നിയില്ല. കാരണം ഒരുപാട് ബിഗ് സ്കൂൾസ് അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടായിട്ട് 2 രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളായിക്കോട്ടെ ചാനലുകളായിക്കോട്ടെ അവിടെ ഒരു ഇരട്ടത്താപ്പോട്ടെ. വലിയ സ്കൂളുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പരസ്യം എന്താ പറയുക പുറത്ത് വരത്തില്ല. കാരണം ചർച്ച ചെയ്യപ്പെടത്തില്ല. ബിഗ് സ്കൂൾസ് ആണല്ലോ, അല്ലെങ്കിൽ സ്കൂളിനൊരു പേരുണ്ട്, നെയിമുണ്ട്. അത് പറയാനുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 2-3 ദിവസം മുമ്പാണല്ലോ ഒരു കത്തിക്കുത്ത് നടന്നു തിരുവനന്തപുരത്ത് നഗരത്തിൽ. സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ചൊരു കത്തിക്കുത്ത്. പ്രമുഖ സ്കൂളെന്നല്ലാതെ ഒരു പത്രം ആ സ്കൂളിൻ്റെ പേര് പറയാൻ മുന്നിൽ, അത് പ്രമുഖ ചാനലുകൾ അല്ലേ. അവിടെയാണ് നമ്മുടെ ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. കാരണം അവർക്ക് ഭയമില്ല, അവരെന്ത് ചെയ്യും, അവർ തുറന്ന് കാട്ടും. പക്ഷെ വലിയ പത്ര മുതലാളിമാരെ, പത്ര മുത്തർഷ്മിമാരെന്നൊക്കെ പറയുന്ന പത്രധർമ്മമുള്ളവരെ ഒരിക്കലും
പേര് പറയില്ല. ഒക്കെ കുട്ടികളുടെ പേര് പറയണ്ട, പക്ഷേ സ്കൂളിൻ്റെ പേര് പറയാമല്ലോ. ഞാനിത് പറയാൻ കാര്യം മലമുകളിൽ നടന്ന ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ മലമുകളിൽ എത്രയോ സ്കൂൾ നെട്ടയം ആ ഏരിയയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറേ ചർച്ചകളിൽ വന്നത് സെൻറ്റ് ചാൻഡൽ സ്കൂളിലെ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അത് സരസ്വതി വിദ്യാലയമായിരിക്കും. അടുത്ത കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് അത് ഭവൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ ചർച്ചയാണ്. പക്ഷേ ആ സ്കൂളെന്ന് പറയുമ്പോൾ അബ്ദുൾ റാഫി എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ്, ARR സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. ഇതുപോലൊരു സംഭവമാണ് ഒരു LKG കുട്ടി മൂത്രമൊഴിക്കാൻ പോയപ്പം അധ്യാപിക നുള്ളി എന്ന് പറഞ്ഞിട്ട് വാർത്തയായി. അതേ സ്കൂളിനെ കുറിച്ച് വേറൊരു കുട്ടി ഒരു ആരോപണം കൊടുത്തിട്ട് സ്കൂളുകാർ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കേസെടുത്തു. ഓക്സ്ഫോർഡ് സ്കൂള്. അപ്പോൾ ബിഗ് സ്കൂൾസിൻ്റെ പേര് പറയാൻ അവിടെയൊക്കെ പ്രമുഖ ടാഗ് ലൈൻ കൊടുക്കും. നേരെ മറിച്ച് ഒരു സർക്കാർ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഫുൾ ജാതകം വരെ എടുത്തിട്ട് നമ്മൾ മുന്നിലിടും അല്ലേ. അത് വല്ലാത്തൊരു ഇരട്ടത്താപ്പാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ അറിയാം. ആ ഒരു പാലക്കാട് ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം ഒക്കെ അധ്യാപകർക്കെതിരെ വെല്ലുവിളിയൊക്കെ കുട്ടി കാണിച്ചു, വലിയ ചർച്ചയായി. പക്ഷെ അപ്പോഴും ഒന്നുമില്ലാതെ സ്കൂളിൻ്റെ മൊത്തത്തിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുവാണ്. ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് അറിഞ്ഞത്. എന്നിട്ടും മനോരമ ഈ വാർത്ത ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയം ഭയങ്കര രീതിയിൽ അറിയാം, ശ്രദ്ധ ആൾക്കാരെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് സമന്തയെ പോലുള്ള സെലിബ്രിറ്റിയൊക്കെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജെയിംസ് ഗ്ലോബൽ പബ്ലിക് സ്കൂളാണ്. ആ സ്കൂളിന്റെ അധികൃതർ ഈ റാഗിംഗ് സംഭവത്തെ നിഷേധിച്ചിട്ടുണ്ട്. അവർ പറയുന്ന അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, CCTV ഉണ്ട്, നമുക്ക് എല്ലാ ദൃശ്യങ്ങളും എടുക്കാം, പോലീസിന് ഞങ്ങൾ സഹകരിക്കാം, പോലീസുമായിട്ട് ഒരു വിധത്തിലും നമ്മൾ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അത് ബിഗ് മാനേജ്മെൻറ്റ് സ്കൂൾസ് ആകുമ്പോഴേക്കും അവർ സ്കൂളിനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം വളർന്നു വന്നിരിക്കുന്ന ഒരു സ്കൂളാണ്, അത്രയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് സ്കൂളിനെതിരെ ആരോപണം വരുമ്പം അവർ തീർച്ചയായിട്ടും നിഷേധിക്കുകയുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞേക്കുന്നത് അവർ ചാറ്റ് കാണുമ്പം ബാക്കി തെളിവുകൾ അറിയില്ല. കാരണം കുട്ടി ഫ്ലാറ്റിൽ നിന്നാണല്ലോ മരിച്ചത്, സ്കൂളിൽ നിന്നും അല്ല സംഭവം. പക്ഷേ സ്കൂളിലെ കുട്ടികൾ ഈ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രസക്തമായ കാര്യമുണ്ട്. ഈ കുട്ടിയുടെ ഈ മരണത്തെക്കുറിച്ച് ഈ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഇൻസ്റ്റയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തുടങ്ങി. അതിപ്പോ കാണുന്നില്ല. ആ പേജിനകത്ത് വന്ന വിവരങ്ങളാണ് ഈ വീട്ടുകാരെ വളരെയധികം ഞെട്ടിക്കുകയും പരാതിയുമായിട്ട് മുന്നോട്ട് ജസ്റ്റിസ് ഫോർ മിഹർ. ആ പേജ് ഇപ്പൊ കാണുന്നില്ല. അല്ല, അത് തീർച്ചയായിട്ടും ഉന്നത ഇടപെടൽ. കാരണം ഈ ചാറ്റ് പുറത്ത് വന്നപ്പോഴാണല്ലോ സ്കൂളിനെ കുറിച്ചും ഈ സ്കൂളിലെ കുട്ടികൾ നടത്തുന്നത്. അപ്പം ഏതോ ഒരു ബിഗ് ഷോട്ടിന്റെ മോനായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടീനെ അധിക്ഷേപിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം തീർച്ചയായും നമുക്കറിയാം ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിന് മേതെ ചില സമയങ്ങളിലൊന്നും ഒരു പരന്തും പറക്കില്ല അല്ലേ. മാഡം, ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി എനിക്ക് പങ്കുവെക്കാനുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടെ നമ്മുടെ UGC പുറത്തുവിട്ട കണക്കാണ്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 25ആണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. പഠിച്ച് ഉന്നത ഉദ്യോഗങ്ങൾ നേടി സമൂഹത്തെ സേവിക്കേണ്ടവർ, സമൂഹത്തിൽ വലിയ പേരും പെരുമയും നേടേണ്ട 25 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മളിത് ആത്മഹത്യയാണെന്ന് പറയുന്നു. എത്രയോ ആത്മഹത്യ എന്ന് കരുതുന്നത് കൊലപാതകം വന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിദ്ധാർത്ഥ പൂക്കോട്ടിലെ സിദ്ധാർത്ഥിന്റെ പാരന്റ്സിന് ആദ്യം അവര് പറഞ്ഞത് എന്താണ് അല്ലെ, കോളേജ് അധികാരികളും എല്ലാവരും തൂങ്ങി മരിച്ചു എന്നാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. 3 ദിവസം മുറിക്കകത്തിട്ട് എനിക്ക് തോന്നുന്നു വായിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു ക്രൈമാണ് സിദ്ധാർത്ഥിന്റെ അല്ലേ. അപ്പം ആലോചിക്കും ഈശ്വര അമ്മയൊക്കെ എങ്ങനെ അത് സഹിക്കും. പോസ്റ്റ്മോർട്ടം വായിച്ചിട്ടേ ഉള്ളൂ. കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പം അത് ആദ്യം ഒരു റാഗിംഗ് എന്നുള്ള പേരിൽ തേച്ച് മാറ്റി മീൻസ് വെളുപ്പിച്ച് വേറെ രീതിയിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവിടെ പ്രസക്തമായ ചോദ്യം, 2ാം വർഷക്കാരൻ എന്ത് റാഗിംഗ് ആണ്? റാഗിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ റാഗിംഗ് എന്ന് നമുക്ക് പറയാൻ കാര്യം മിഹറിൻ്റെ കാര്യം 3 മാസമേ ആയിട്ടുള്ള പുതിയ സ്കൂളിലേക്ക് വന്നിട്ട് ഒരു പക്ഷേ അവിടെ റാഗിങ്ങിൻ്റെ സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിഷമിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് അങ്ങനെ ഈ ഒരു മരണം ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിന് പകരം കുറച്ചും കൂടെ അവൻ്റെ വീട്ടുകാരോട് ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പാരൻസും കുറേ കൂടെ മക്കളുമായിട്ട് ഇടപെടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തും ഷെയർ ചെയ്യാൻ എന്നെ കേൾക്കാൻ ഒരാളുണ്ട്, വീട്ടിലുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം. ഇപ്പം എൻ്റെ മകളൊക്കെ 6 വയസ്സേ ഉള്ളൂ. സ്കൂളിലെ മണിയായിട്ടുള്ള ഓരോ കാര്യം അപ്പോൾ ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയും, നമ്മളിങ്ങനെ ചോദിക്കുന്നു. അത് ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ കുട്ടികൾ, എനിക്ക് തോന്നിയിട്ടുണ്ട് കുടുംബാന്തരീക്ഷവും ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക് ഷെയർ. കാരണം ഈ ഇത്രയും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക്, ഇവൻ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവൻ ആരോട് അവൻ്റെ പ്രശ്നങ്ങൾ പറയും? ഒരു പക്ഷേ ആ പ്രശ്നങ്ങൾ പറയാണ്ട് എല്ലാം കൂടെ ഉള്ളിൽ വെച്ചിട്ടാണ് മരണത്തിലേക്ക് പോയതല്ലേ. സ്കൂള് CCTV എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട് ഒരുപാട്, പിന്നെ അവിടെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്. ഹീസ് എ ന്യൂ സ്റ്റുഡൻറ്റ്. അവർ പറയുന്നുണ്ട് ഐസ് ബ്രേക്കിംഗ് സെഷനൊക്കെ ഉണ്ടായിരുന്നു പുതിയ കുട്ടികൾക്കാണ്. പക്ഷെ ഒരു പുതിയ കുട്ടിയാണ് എന്ന് കാണുമ്പം ഓരോ ക്ലാസ് ടീച്ചേഴ്സിന് ഒരു റോളുണ്ട്. അവിടെ വരുന്ന ഓരോ ടീച്ചേഴ്സ് ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, ഓരോരുത്തരായിട്ട് ചോദിക്കണം ഹൗ ഈസ് യുവർ സ്കൂൾ, എങ്ങനെയുണ്ട് ക്ലാസ്. ഇതൊക്കെ ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് പറയുന്നതാണ്. കാരണം നമ്മൾ പുതിയ കുട്ടി ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ
വളരെയധികം കെയറിങ് അത്രയും കെയറിങ് കൊടുക്കണം. പുതിയതാണ് ഈ ഒരു മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഗ്രൂപ്പായിട്ട് അവർ 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന കുട്ടികളായിരിക്കും. ഹീസ് എ ന്യൂ വൺ. അപ്പോൾ നമ്മളാണ് അവിടെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ. അപ്പോൾ അവിടെ അധ്യാപകർക്ക് ഇതുണ്ട്. ഞാൻ ഈ സ്കൂൾ ബസ്സിൻ്റെ വിഷയം പറഞ്ഞപ്പോഴും അവിടെ കത്തിക്കുത്തുണ്ടായി. 11ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സിനെ കുത്തിയിട്ടു. പക്ഷേ ആ സ്കൂൾ ബസ് നമുക്ക് CBSE ഇതിനനുസരിച്ച് സ്കൂൾ ബസ്സിൻ്റെ അകത്തൊരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയൊക്കെ വേണം. അവിടെ 3 കുത്ത് കിട്ടും വരെയും കുട്ടികൾ കിടന്ന് വിളിച്ചപ്പോഴാണ് ഡ്രൈവർ വണ്ടി നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റാഫ് ഇല്ലായിരുന്നോ? അപ്പോൾ അതാണ് ബിഗ് സ്കൂൾസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഊതി വീർപ്പിക്കപ്പെട്ട കുറേ കാര്യങ്ങൾക്കപ്പുറം അവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ CCTV കൗൺസിലിംഗ് ഉള്ള സ്കൂളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അധ്യാപകർക്ക് റോൾ ഉണ്ടായിരുന്നു, പാരൻസിന് റോൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഈ കണ്ണ് തുറക്കേണ്ടതാണ്. പണ്ടൊക്കെ നമുക്കറിയാം റാഗിങ്ങിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ട്, അമൃതം ഗമയ. ആ ഒരു സിനിമയിൽ ആ റാഗിങ് കാണിച്ചു. പക്ഷേ ആ ഒരു കുറ്റബോധത്തോടു കൂടി പിന്നീട് അത് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്ന നായക കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു ബോധ്യങ്ങളാണ്, കലാരൂപമാണ്. റാഗിങ് തെറ്റാണ്, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സമാധാനത്തോടു കൂടി ഇപ്പോൾ ഒരു മെസ്സേജസ് കൊടുക്കുന്ന സിനിമകൾ വരെ ഉണ്ടായിരുന്നു. ഇന്ന് സൊസൈറ്റിയിൽ അതുമില്ല. സൊസൈറ്റിയിൽ കുട്ടികൾ കാണുന്നത് എന്താണ്? എപ്പോഴും ഗ്യാങ് വാസ്, ആ ഒരു റൈവൽറി, ഇതൊക്കെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ സമൂഹം ഒരുപാട് മാറേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. മാഡം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇത്രയും വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോഴും നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ മഹിമ അവിടെയാണ്. ചില കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം നമുക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് സ്കൂൾസിൻ്റെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയേണ്ടത്. കാരണം ഞാൻ വലിയ വലിയ സ്കൂൾസ് സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. കോമൺ ആയിട്ട് അവിടെ എഫ് വേർഡ് ഉണ്ട്. പിള്ളേർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും യൂസ് ചെയ്യണം. ഞാൻ ഈ മാൾഡീവ്സിൽ പഠിക്കാൻ പോയപ്പം എന്ത് പറഞ്ഞാലും ഈ എഫ് വേർഡ് എനിക്കതിപ്പോൾ പറയുന്നില്ല. ബിക്കോസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് യൂസ് ചെയ്തിട്ടുള്ള പറഞ്ഞാണ്. പിന്നീട് ഞാൻ ഈ ബിഗ് സ്കൂൾസിൽ പോകുമ്പോൾ ദേഷ്യം വരുമ്പോൾ രണ്ടുപേര് ഫൈറ്റ് ചെയ്യുമ്പോഴും കോമൺ ആയിട്ട് അപ്പോൾ അവരത് ലാംഗ്വേജിൻ്റെ ഒരു ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടേക്കാണ് നമ്മളിപ്പോൾ എന്താണ് നമ്മൾ സർക്കാർ സ്കൂളുകൾ പറയുമ്പോൾ സാധാരണ കുട്ടികളാണ്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു കുട്ടിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മരിച്ചു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഓടി എത്തുന്നത് ഈ കുട്ടികൾ തന്നെ ആയിരിക്കും ഒരാവശ്യത്തിന്. പക്ഷേ ഇവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത്, ഈ ചാറ്റ് കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത്. ഇത്രയും വലിയ ഫെസിലിറ്റീസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ ഹൈ ഫാമിലി എന്ന് വരുന്ന കുട്ടികൾക്ക് ബേസിക്കായിട്ട് വേണ്ടത് മോറൽ വാല്യൂസാണ്. അടുത്തവനെ ചേർത്ത് പിടിക്കണം. ഈ എമ്പതി ഇല്ലാതെ, സമൂഹത്തിൽ എമ്പതി ഇല്ലാത്തൊരു തലമുറ വളർന്നു വന്നതുകൊണ്ട് സൊസൈറ്റിക്ക് എന്ത് നേട്ടമാണ്? അതെ, നമ്മുടെ അച്ഛനമ്മമാരും നമുക്ക് കുറേ മോറൽ വാല്യൂസ് തന്നിട്ടുണ്ടല്ലേ. അധ്യാപകരും വളരെ ജാഗ്രതയോടുകൂടി കൊച്ചുകുട്ടികളെ വിദ്യാഭ്യാസം കൊണ്ട് പിന്നെ എന്താണ് 4 ഇംഗ്ലീഷ് ആളുകളുടെ മുന്നിൽ പറയുന്നതാണോ വിദ്യാഭ്യാസം എന്ന വികാരം ഉണ്ടാക്കാൻ കണ്ണിൽ അങ്ങേയറ്റം അതാണ് എമ്പതി ഇല്ലാത്തൊരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അപചയമാണല്ലേ. അതുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിങ്ങൾ സ്കൂൾസിനോടാണ് നിങ്ങൾ ഇനി എത്ര വലിയ കൊലക്കൊമ്പൻ സ്കൂൾസ് ആണെങ്കിലും കുട്ടികളിൽ ആദ്യം കുറച്ച് മനുഷ്യത്വം ഉണ്ടാക്കാൻ ശ്രമിക്കണം. എമ്പതി ഇല്ലാതെ ഒന്നുമില്ല. മനുഷ്യന്റെ ഗുണം മനുഷ്യത്വം. തീർച്ചയായും.